ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ് ലിറ്റററി ക്രിറ്റിസിസം, ദാറ്റ് ഈസ് ഡേവിഡ് ഹ്യൂം ദ സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് വരണമെങ്കിൽ എന്താണ് എൻലൈറ്റൻമെൻറ്റ് ഏജ് എന്ന് അറിയണം. നമുക്കറിയാം ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്നത് ഈ ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റിൽ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. ദാറ്റ് ഈസ് 17th and 18th centuries. സോ ഈ ഒരു പീരീഡിനെ ഏജ് ഓഫ് റീസൺ എന്നും വിളിക്കാറുണ്ട്. അതിന് റീസൺ ഉണ്ട്, ദാറ്റ് ഈസ് ആ സമയത്ത് ഹ്യൂമൻ ലൈഫ് ഗൈഡ് ചെയ്യുന്നത് ലോജിക്കും റീസണും ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ആൾക്കാർ കൂടുതലും ട്രഡീഷനിൽ നിന്നും സൂപ്പർസ്റ്റിഷ്യൻസിൽ നിന്നും ലോജിക്കിനെയും റീസണിനെയും വെച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. സോ നമുക്കറിയാം നോളജ് വരേണ്ടത് എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ ഒബ്സർവേഷനിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ ഇതൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. എന്താ നമുക്ക് നോക്കാം. സയൻസും ലോജിക്കും ഫാക്ട്സിനാണ് ഡീൽ ചെയ്യുന്നത്. പക്ഷേ ആർട്ട് ആൻഡ് ബ്യൂട്ടി എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫീലിങ്സിനോടാണ്. സോ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പം ബ്യൂട്ടി ഒരു പേഴ്സണൽ ഫീലിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ആർട്ടിനെ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കുക? സോ ഈ ഒരു പ്രോബ്ലമാണ് ഡേവിഡ് ഹ്യൂം ഈ ചാപ്റ്ററിലൂടെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നൗ ദ പാരഡോക്സ് ഓഫ് ടേസ്റ്റ്. ഇതിൽ മെയിനായിട്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് എടുത്ത് പറയുന്നത്. സോ ഹ്യൂം ബിഗിൻ ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം വെച്ചിട്ടാണ്. ആൾക്കാർ പൊതുവെ പറയാറുണ്ട് ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദി ബിഹോൾഡർ എന്ന്. അതായത് ഇറ്റ് മീൻസ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പം ഒരാൾക്ക് ഫോക്ക് സോങ് ആണ് ഇഷ്ടമെങ്കിൽ മറ്റൊരാൾക്ക് ക്ലാസിക്കൽ മ്യൂസിക് ആയിരിക്കും. പക്ഷേ അവരുടെ കണ്ണിൽ അവർ ചൂസ് ചെയ്തതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എപ്പോഴും. സോ ഈ ഒരു കാര്യത്തിനെ വെച്ചിട്ടാണ് ഹ്യൂം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ടേസ്റ്റുകൾ പലതും ആണെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ്സ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നത് ചില വർക്ക്സ് മറ്റ് വർക്ക്സിനേക്കാളും ഗ്രേറ്റർ ആണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, സെഞ്ച്വറീസ് ആയിട്ട് ആൾക്കാർ അഡ്മയർ ചെയ്യുന്ന ചില റൈറ്റേഴ്സാണ് ഹോമർ ആൻഡ് ജോൺ മിൽട്ടൺ എന്നൊക്കെ പറയുന്നത്. ഇപ്പം എവിടുന്ന് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് ഒരു ബിഗിനർ പോയിട്ട് ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരുടെ അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള റൈറ്ററാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ബട്ട് ദാറ്റ് ഈസ് കോൾഡ് ടേസ്റ്റ്. സോ ഇതാണ് ഒരു പാരഡോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ. ദാറ്റ് മീൻസ് ടേസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്, അല്ലെങ്കിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട് ചില വർക്ക്സ് മറ്റ് വർക്ക്സിനേക്കാളും ഗ്രേറ്റർ ആണ് അല്ലെങ്കിൽ ബെറ്റർ ആണ് എന്നുള്ളത്. സോ എങ്ങനെയാണ് ഈ ഒരു കോൺട്രാഡിക്ഷൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക? സോ ഇവിടെയാണ് ഡേവിഡ് ഹ്യൂം കൊണ്ടുവരുന്ന സൊല്യൂഷൻ. അതാണ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഡേവിഡ് ഹ്യൂം ഇവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റ് എക്സിസ്റ്റിംഗ് ഉണ്ട്, പക്ഷെ അത് ആ ഒബ്ജക്റ്റിൽ തന്നെ നമുക്ക് കാണണമെന്നില്ല. പകരം ഇത് പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്രിട്ടിക്സ് ജഡ്ജ്മെൻറ്റിൽ നിന്നും വരുന്നതാണ്. ഇപ്പം നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പം ആർട്ടിനെ നല്ലപോലെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻസ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് അതിനെക്കുറിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ആരാണ് ഈ ട്രൂ ക്രിട്ടിക്സ് എന്ന് പറയുന്നത്? ഹ്യൂം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു നല്ല ജഡ്ജ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ക്രിട്ടിക്കിന് 5 ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ഉണ്ടാവണമെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് ഡെലിക്കസി ഓഫ് ടേസ്റ്റ്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഡെലിക്കസി? ഒരു ആർട്ട് വർക്കിലെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ വെരി സ്മോൾ ഡീറ്റെയിൽസ് പോലും നോട്ടീസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ആൾക്കാരെയാണ് അല്ലെങ്കിൽ ആ എബിലിറ്റിയാണ് നമ്മൾ ഡെലിക്കസി ഓഫ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും നല്ല ക്രിട്ടിക്, ഏറ്റവും ഡെലിക്കസി ഉള്ള ആൾക്കാർ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഫുഡ് ക്രിട്ടിക്ക് പല ഫ്ലേവേഴ്സും ഡിറ്റക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു നല്ല ക്രിട്ടിക്കിന് പല ആർട്ടിസ്റ്റിക് ക്വാളിറ്റീസും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രാക്ടീസ്. അതായത് ഒരു ക്രിട്ടിക്ക് ആർട്ടിൻ്റെ പല വർക്ക്സും എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. ബിക്കോസ് the more you read, watch or listen, the better you understand what is good. കൂടുതൽ നമ്മൾ കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ഒക്കെ നമുക്കൊരു നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിനെക്കുറിച്ച് ഉണ്ടാവുക. ദെൻ കമ്മിങ് ടു തേർഡ് വൺ, ദാറ്റ് ഈസ് കമ്പാരിസൺ. ഒരു ക്രിട്ടിക് എപ്പോഴും ഡിഫറെൻറ്റ് വർക്ക്സ് കമ്പയർ ചെയ്യണം എന്നുള്ളതാണ്. കമ്പയർ ചെയ്യുന്നത് വഴി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും എന്താണ് ട്രൂ എക്സലൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ശരി എന്നുള്ളത്. ദെൻ ഫോർത്ത് വൺ ഈസ് ഫ്രീഡം ഫ്രം പ്രീജുഡീസ്. ഒരു ട്രൂ ജഡ്ജ് എപ്പോഴും ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം എന്നുള്ളതാണ്.
അതായത് പേഴ്സണൽ ആയിട്ടുള്ള ബയസോ അല്ലെങ്കിൽ കൾച്ചറോ ഇമോഷൻസോ ഒന്നും അവരുടെ ജഡ്ജ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് ഗുഡ് സെൻസ്. അതായത് ഒരു ക്രിട്ടിക്കിന് എപ്പോഴും നല്ല റീസണിങ് എബിലിറ്റി ഉണ്ടാവണം. അതായത് എങ്ങനെയാണ് ഈ ഒരു ആർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ പല പാർട്സും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒരു മീനിങ് ഫുൾ കണ്ടൻറ്റായി മാറുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇതിന് ശേഷമാണ് ഇതിനകത്തൊരു വൈൻ സ്റ്റോറി വരുന്നുണ്ട്. ഡേവിഡ് ഹ്യൂമാണ് ഈ ഒരു സ്റ്റോറി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ സ്റ്റോറി എന്ന് പറയുന്നത് സാൻചോ പൻസ എന്ന് പറയുന്ന ആളുടെ 2 റിലേറ്റീവ്സിനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സോ ഹീസ് എ ക്യാരക്ടർ ഫ്രം ഡോൺ ക്വിയോട്ട് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. സോ അതിലെ ക്യാരക്ടറാണ് ഇദ്ദേഹം. സോ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. ഈ 2 റിലേറ്റീവ്സിനോടും വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വൈൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു വൈൻ വളരെ നല്ലതാണ്, പക്ഷേ ഇതിലൊരു ലെതറിൻ്റെ ഫ്ലേവർ ഉണ്ടെന്ന് പറയാണ്. ദെൻ സെക്കൻഡ് മാൻ, അദ്ദേഹം വൈൻ കുടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വൈൻ വളരെ നല്ലതാണ്, പക്ഷേ ഇതിലൊരു അയണിൻ്റെ ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടിരുന്ന ആൾക്കാരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി, അവരെ കളിയാക്കാൻ തുടങ്ങി, അവരെല്ലാം ചിന്തിച്ചെടുക്കുകയാണെങ്കിൽ ഇമാജിൻ ചെയ്തെടുക്കുകയാണെന്നുള്ളതൊക്കെ പറയാൻ തുടങ്ങി. പക്ഷേ ദ ഇൻട്രസ്റ്റിംഗ് തിങ് അല്ലെങ്കിൽ സർപ്രൈസിങ് തിങ് എന്ന് പറയുന്നത് ഈ വൈൻ ബോട്ടിൽ എംറ്റി ആയ സമയത്ത് അതിൻ്റെ ബോട്ടം പാർട്ടിലായിട്ട് ഒരു അയൺ കീയും ഒരു ലെതർ സ്ട്രാപ്പും ഉണ്ടായിരുന്നു. സോ ഇത് കാണിക്കുന്നത് അവരുടെ ജഡ്ജ്മെൻറ്റ്, ആ 2 ആൾക്കാർ നടത്തിയ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ലെസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് ആ ടേസ്റ്റ് ചെയ്ത ആൾക്കാർ വളരെ ഡെലിക്കസിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനായിട്ട് സഹായിച്ചത്. സോ പല ആൾക്കാർക്കും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള പെർസെപ്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നോട്ടീസ് ചെയ്യാൻ കഴിയാത്ത ചില ക്വാളിറ്റീസൊക്കെ അവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ട്രൂ എക്സലൻസ് എന്ന് പറയുന്നത്. സോ സിമിലർലി ലിറ്ററേച്ചറിലും ആർട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിട്ടിക്സിന് ട്രൂ എക്സലൻസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റ് വരുന്നത് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്രിട്ടിക്സിന് ജഡ്ജ്മെൻറ്റിൽ നിന്നും ഉള്ളതാണ്. അതിലൂടെയാണ് നമുക്ക് ട്രൂ എക്സലൻസ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുക. സോ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, ഡേവിഡ് ഹ്യൂം ആർഗ്യൂ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ മാത്രം ഫിക്സ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി അല്ല, അത് ഹ്യൂമൻ മൈൻഡിൽ ഉള്ളൊരു ഫീലിംഗ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു അഗ്രിമെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ക്രിട്ടിക്സ് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞിട്ടാണ് പറയുന്നുണ്ടാവുക. സോ അവരിൽ നിന്നുമാണ് നമുക്കിത് അഗ്രി ചെയ്യാനായിട്ട് സാധിക്കുക. സോ ടേസ്റ്റ് ബിഗിൻ ചെയ്യുന്നത് എന്തെങ്കിലും പേഴ്സണലായിട്ടാണെങ്കിൽ പോലും ടൈം പോകുന്നതനുസരിച്ച് ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ടേസ്റ്റ് നാച്ചുറലി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഈ ഒരു കാര്യമാണ് ഇതിന് മെയിനായിട്ട് പറയുന്നത്. സോ മെയിൻലി ടേസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഡെലിക്കസിയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ദ ട്രൂ ആർട്ട് അല്ലെങ്കിൽ ട്രൂ എക്സലൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.